ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദ്രനെ നോക്കി ഒരു പെണ്ണ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മകനിപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലാണ് മോളെ നിൽക്കുന്നത്. ദാമ്പത്യം തകർന്നതോടെ എൻ്റെ കുഞ്ഞ് മാനസികമായും ശാരീരികമായും ഒക്കെ തകർന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന അമ്മയോട് ആ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചാൽ കഴിയുമെന്ന് ആ പെങ്കൊച്ച് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുക രാജലക്ഷ്മി. അപ്പോഴേക്കും വിശ്വന് അങ്ങോട്ടേക്ക് വന്നു. വിശ്വ, മോനാളെ മനസ്സിലായോ? മനീഷ ഓർക്കുന്നില്ലേന്ന് ചോദിച്ചു. ആ മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ വിശ്വന് യാതൊരു ഇല്ലാത്ത രീതിയിൽ നിൽക്കുക. അപ്പം ആൻറ്റി ഒന്ന് പോയി ഇന്ദ്രനെ വിളിക്കാൻ പറഞ്ഞു മനീഷ. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചെന്നിട്ട് മോനെ ഇന്ദ്ര ഒന്നെങ്കിൽ വന്നേടാ വാടാന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവർക്കാർക്കും യാതൊരു താല്പര്യമില്ലാത്ത പെണ്ണ് തന്നെയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെ മനീഷ രണ്ടും കൽപ്പിച്ച് അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഓ നീയോ, നീ എതിരെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. അപ്പം നിന്നെ കാണാൻ വന്നതാ. അപ്പം നീ എന്തിനാ എന്നെ കാണുന്നതെന്ന് ഇന്ദ്രൻ ചോദിക്കുന്നു. നീ എന്നെ വേണ്ടാന്നും പറഞ്ഞ് പോയതല്ലേ എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ ഭാഗത്തു നിന്ന് ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയി, അത് തിരുത്താൻ കൂടിയാ എൻ്റെ വരവ് എന്ന് മനീഷ പറയുവാണേ. അപ്പോൾ നമുക്ക് മുറിയിൽ പോയിരുന്നു സംസാരിക്കാം. ഇന്ദ്രൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ മഞ്ഞിലാന്ന് പറഞ്ഞു. വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുകയാണ്. അപ്പോൾ നിൽക്കും മോളെ, മുറിക്കകത്ത് പോയിരുന്ന സംസാരമൊന്നും വേണ്ട മോളെ, ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞു രാജലക്ഷ്മി. അതാകുമ്പോൾ കാര്യങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാമല്ലോ അല്ല വിശ്വാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇളയ മോനോട് പറയുമ്പോൾ മോൻ ഇങ്ങനെ ഒരു നോട്ടം അമ്മേ. അങ്ങനെ മോനൊരു താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുക. ആ സമയത്ത് ഇന്ദ്ര വലിച്ചു നീട്ടാൻ ഞാൻ നിന്നോട് കാര്യം പറയാം. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. നീ ഒരു വാക്കു പറഞ്ഞാൽ മതി, ഞാൻ അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു വാക്ക് പറയാൻ പറ്റില്ല, കുറച്ച് സമയം വേണമെന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പം സമയം എത്ര വേണമെങ്കിലും നീ എടുത്തു, പക്ഷേ മറുപടി അതെനിക്ക് അനുകൂലമായിരിക്കണമെന്ന് മനീഷ ഇന്ദ്രനോട് പറഞ്ഞു. മോൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്ന് അമ്മ ചോദിക്കാം. പല്ലവിയുമായിട്ടുള്ള ഡിവോഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അതിനു മുൻപ് എങ്ങനെ മറ്റൊരു കല്യാണം? അവളുമായിട്ടുള്ള ഡിവോഴ്സ് കഴിയുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ആണോ, നല്ല മോള്, ദേ പെൺകുട്ടികളായ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് രാജലക്ഷ്മി പറയാം. ഇന്ദ്രൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം എന്നാൽ പിന്നെ മോള് പോയിക്കോ, പല്ലവിയുമായിട്ടുള്ള ഡിവോഴ്സ് കഴിയുമ്പോൾ ആൻറ്റി മോളെ അറിയിക്കാമെന്ന് പറഞ്ഞപ്പം അറിയിക്കണം, ഞാൻ വരും, ഈ വീട്ടിലെ മരുമകളാകാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മറിച്ചിരിക്കുക. അതിലും നല്ലത് പ്രളയം വന്ന് ഇതെല്ലാം കൂടെ അങ്ങ് അവസാനിക്കുന്നതല്ലേടി എന്ന് രാജലക്ഷ്മി മനസ്സിൽ പറയുക. ആ സമയത്ത് ആൻറ്റി എന്താ ആലോചിക്കുന്നതെന്ന് മനീഷ ചോദിച്ചു. അത് പിന്നെ എൻ്റെ മരുമകളായി മോൾ ഈ വീടിൻ്റെ പടി കടന്ന് കയറി വരുന്ന ആ രംഗോ ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഞാൻ വരും ആൻറ്റി, ഉറപ്പായും ഞാൻ വരുമെന്നും പറഞ്ഞു മനീഷ. അപ്പോൾ ഉറപ്പായിട്ടും മോള് വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജലക്ഷ്മി സോപ്പിടുക. ഈ സമയത്ത് ഇന്ദ്ര, ദേ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ആ ദേഷ്യമൊക്കെ നീ കളയണം, ഞാൻ വിളിച്ചാൽ നീ ഫോൺ എടുക്കണം പ്ലീസ് എന്ന് മനീഷ പറഞ്ഞു. ഇന്ദ്രൻ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് പോകുമ്പോൾ പോയിട്ട് വരാമെന്ന് പറ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജലക്ഷ്മി സോപ്പിട്ട് പറഞ്ഞു വിടുക. അയ്യോ മഴ പെയ്യുവാണല്ലോ, മോനെ വിശ്വ മോൾക്ക് കൊട എടുത്തു കൊടുത്തേ അതും പറഞ്ഞ് അങ്ങനെ വിശ്വനെ അകത്തേക്ക് രാജലക്ഷ്മി പറഞ്ഞു വിടുന്നു. ഇന്ദ്രൻ കലി കയറി നിൽക്കുക. ആ സമയം ചോദിക്കാൻ മറന്നു, അച്ഛൻ പെൻഷനായോ മോളെ? ഇല്ല, ഇപ്പോഴും സർവീസിൽ തന്നെയാ, റിട്ടയർഡ് ആകാൻ ഇനി 3 വർഷം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ ഗ്യാസ് പകുതി അങ്ങ് പോയി. അങ്ങനെ മോൾക്ക് കൊടയൊക്കെ ചൂടി കൊടുത്ത് വിടുവാണ് അമ്മ. അപ്പോൾ ആ പെരും മഴയത്ത് നമ്മുടെ പെണ്ണ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോണു. ആ പെണ്ണങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഈശ്വരാന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോൾ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ, അവൾ ഈ വീടിൻ്റെ മരുമകളായിട്ട് വരാൻ അമ്മയ്ക്ക് അത്രയ്ക്ക് ആഗ്രഹമാണോ എന്ന് ചോദിച്ചപ്പം എടാ അത് ഞാൻ അവൾ പോകാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞതല്ലേ എന്ന് അമ്മ പറയാം. കണ്ണി കണ്ട പകൽമാന്യരുമായിട്ട് ഉലകം ചുറ്റുന്നവളെ ഞാൻ മരുമകളാക്കാൻ ആഗ്രഹിക്കുമോടാ, എന്നാൽ പിന്നെ എനിക്ക് നേരത്തെ ആകാൻ പാടില്ലായിരുന്നോടാ എന്നൊക്കെ അമ്മ മോനോട് ചോദിക്കണം. വിശ്വൻ മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. എനിക്ക് വേണ്ടത് എന്നെപ്പോലെ നല്ല സൽസ്വഭാവം ഉള്ളവളും കുലീനതയുള്ളവളും ഒക്കെ ആയിട്ടുള്ള മരുമകളെ ആയിരുന്നു. അതാ ഞാൻ പലവേ വിവാഹം കഴിക്കാൻ നിന്നോട് പറഞ്ഞത്. പക്ഷെ ആ ബന്ധം 24 മണിക്കൂർ പോലും നീ നിലനിർത്തിയില്ലല്ലോ. അതോർക്കുമ്പോഴേ എനിക്ക് വിഷമമെന്ന് അമ്മ. പല്ലവി ചേച്ചിയുടെ കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ, അമ്മ ഇപ്പം ആശ കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുന്ന മനീഷ ഉണ്ടല്ലോ, അവളെ DYSP ബാലചന്ദ്രന്റെ മോളാ, അത് മറക്കരുതെന്ന് പറഞ്ഞു. എടാ അത് അറിയാവുന്നത് കൊണ്ടാ ഞാൻ അവളോട് നയത്തിൽ അങ്ങ് പെരുമാറി പറഞ്ഞു വിട്ടതെന്ന് രാജലക്ഷ്മി പറയണം, അല്ലെങ്കിൽ ഇവളെ അന്വേഷിച്ച് വന്ന പഴയ ഗേൾഫ്രണ്ടിന്റെ ചെവിക്കല്ല് ഞാൻ അടിച്ച് പൊട്ടിച്ചേനേന്നും പറഞ്ഞു. ആ സമയത്ത് ഇന്ദ്രൻ യാതൊന്നും ബാധിക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. മോനെ ഇനിയും നിന്നെ കേട്ടാൻ വേറെ ഏതെങ്കിലും പെൺപിള്ളേരെ ലൈനിലുണ്ടോ, ഉണ്ടെങ്കിലൊന്ന് നേരത്തെ പറയണേ. അമ്മ ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന പൊന്നുമടം കേട്ടോ. പൊന്നുമടത്തിൽ നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോ ഇങ്ങനെ വലിയ ഭിത്തിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവരുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ഇതെല്ലാം നമ്മുടെ പൂർണിമ ആ ഫോട്ടോയിൽ നിന്നിങ്ങനെ നോക്കി മനസ്സിൽ ഓർക്കുക. അപ്പോഴേക്ക് സ്വാതി അങ്ങോട്ടേക്ക് വന്നു. അമ്മേ ഒരു കാര്യം ഞാൻ പറയാം, അമ്മ ഇതുപോലെ ഞങ്ങൾ ശിക്ഷിക്കരുത്, ഇതുപോലെ ഞങ്ങളോട് പറയുന്നതിനേക്കാൾ ഭേദം ഒരു പേപ്പറിൽ എഴുതി അങ്ങ് തന്നേരം ഞങ്ങൾക്ക് ഇന്നത് ചെയ്യണം ചെയ്യരുത് ഇതൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നീ ഇപ്പോൾ എഴുതാനൊന്നും നിൽക്കണ്ട മോളെ,
നാളെ അച്ഛൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ അയാളെ നമ്മൾ ഇവിടെ നിന്ന് ഒരു കടലാസ് ചുരുട്ടി എറിയുന്നത് പോലെ എടുത്തങ്ങ് പള്ളയെ കളയുമെന്ന് പറഞ്ഞപ്പം സ്വാതി നിന്ന് ചിരിക്കുക. അയാളെ മാത്രമല്ല, അയാളുടെ വാലായിട്ട് ഒരുത്തനില്ലേ ഇവിടെ, അവനെയും നമ്മളെ തൂക്കി എറിയുമെന്ന് പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞ് നിൽക്കുക രണ്ടെണ്ണങ്ങളും കൂടി. നാളത്തെ ചടങ്ങ് കഴിഞ്ഞാൽ അവർ പൊയ്ക്കോളും. അതുവരെ ദേ ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളവും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു പൂർണിമ. അപ്പം ഞങ്ങളായിട്ട് ഒന്നിനും പോകണില്ല അമ്മേ, പക്ഷെ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നമുക്ക് എന്തെങ്കിലും പണി തന്നിട്ട് പോകാമെന്ന് അയാൾ കരുതിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പോക്ക് നേരെ ജയിലിലേക്കായിരിക്കും എന്ന് ഋതു പറയുന്നു. അതിനെന്താ വേണ്ടതെന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം നീ ഇപ്പം കാട് കയറി ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. സേതു അത്ര മനസാക്ഷി ഇല്ലാത്തവനൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ പറയാം. അവൻ്റെ ഉള്ളിൽ നിങ്ങളൊക്കെ അവൻ്റെ അനിയത്തിമാരാണെന്നുള്ള ചിന്ത അത് നല്ലതുപോലെ ഉണ്ടെന്നും പറഞ്ഞു. പിന്നെയെന്നും പറഞ്ഞ് നിൽക്കുന്ന സ്വാതി. ഏട്ടനാണെന്നുള്ള ചിന്തയില്ലാത്തത് നിനക്കാണെന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലേ നീ അവൻ്റെ മേല് മോഷണക്കുറ്റം ചുമത്തി ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. എൻ്റെ മനസ്സിൽ അയാൾ എൻ്റെ ഏട്ടനാണെന്നുള്ള യാതൊരു ചിന്തയില്ല. എൻ്റെ കണ്ണിൽ അയാൾ എനിക്ക് ശത്രു മാത്രമാണ്. ശത്രുവിൻ്റെ നാശം കാണാൻ ഞാൻ പലതും ചെയ്യും. അപ്പം നീ ചെയ്തോ, പക്ഷേ നീ ചെയ്യുന്നതൊക്കെ നിന്റെ അച്ഛൻ്റെ ആത്മാവ് കാണുന്നുണ്ടെന്നുള്ള ചിന്ത എപ്പോഴും നിനക്കുണ്ടാവണമെന്നും അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഋതു ചേച്ചിയുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ അച്ഛൻ്റെ ആത്മാവിന് സന്തോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് സ്വാതി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് സേതു എന്ന് പറയുന്ന മനുഷ്യൻ അച്ഛന് സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാണാൻ ചെല്ലുമ്പോഴൊക്കെ അയാൾ അച്ഛനെ ആട്ടി ഓടിക്കായിരുന്നില്ലേ? അയാൾ അച്ഛനോട് കാണിച്ച ക്രൂരതയുടെ മനോവിഷമം കൊണ്ടല്ലേ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത്? അങ്ങനെയല്ലേ പ്രതാപനങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അച്ഛൻ മരിക്കുന്ന സമയത്തും കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവനെയാണ്. അങ്ങനെ ഒരു വൈരാഗ്യം നിങ്ങളുടെ അച്ഛൻ്റെ മനസ്സിലുണ്ടാകുമോ? ഇല്ല. അവനെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സങ്കടപ്പെടുത്തുന്നത് മാധവേട്ടന് സഹിക്കാൻ പറ്റില്ല മക്കളെ എന്നും പൂർണിമ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് നാളെ അവൻ ഇവിടെ നിന്ന് പോയാലും അവനെ നിങ്ങൾ ശത്രുവായിട്ട് കാണുന്നത് നിർത്തിക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിലേ കർമ്മങ്ങൾ കഴിഞ്ഞാലും മാധവേട്ടൻ്റെ ആത്മാവിന് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ലെന്നുള്ള സത്യവും പൂർണിമ ഇവരോട് തുറന്നു പറയുവാണ്. അതും പറഞ്ഞ് പൂർണിമ അവിടെ നിന്ന് അങ്ങ് പോയി. പൂർണിമയും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മക്കളും കൂടി സന്തോഷമായിട്ട് നിൽക്കുക സേതു പോകുന്നതിൻ്റെ. അങ്ങനെ അവസാനത്തെ കർമ്മമായിട്ടുള്ള എല്ലാം നമ്മുടെ സേതു കടൽക്കരയിൽ പോയി എല്ലാം വൃത്തിയായി നല്ല ഭംഗിയായും ചെയ്ത് തിരികെ പോരുവാണ്. ഇവരാരെയും മൈൻഡ് ചെയ്യാതെ എല്ലാം പൂർത്തീകരിച്ച് നേരെ പൊന്നുമടത്തിലേക്ക് എത്തിയ നമ്മുടെ സേതു പോകാനായിട്ട് തയ്യാറെടുത്ത് ഹരിയം കൂട്ടി വരുന്ന സമയത്ത് നമ്മുടെ കുറുപ്പമ്മാവൻ അങ്ങോട്ടേക്ക് വന്നു. നീ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഈ വീട്ടിൽ സ്ഥിരതാമസം ആക്കാൻ പോവാണെന്നാണോ കുറുപ്പമ്മാവൻ കരുതിയതെന്ന് ചോദിച്ചു നമ്മുടെ സേതു. പിന്നെ എന്നോട് കുറുപ്പമ്മാവൻ മാധവൻ സാറിൻ്റെ 16 കഴിയുന്നത് വരെ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ നിന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങുകയാണെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരണം. ഇവരുടെ താമസിക്കുന്നവരൊക്കെ നിൻ്റെ അനിയത്തിമാരാണെന്ന് പറഞ്ഞപ്പം അനിയത്തിമാരല്ല അഹങ്കാരികളാണ്. അതിൻ്റെയൊക്കെ കൂടെ ഇവിടെ താമസിച്ച 16 ദിവസം 16 സംവത്സരങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. ലോകത്തിലെ ഇങ്ങനെ ഒരെണ്ണത്തിനെ പോലും മഷിയിട്ട് നോക്കിയാൽ കാണില്ല എൻ്റെ കുറുപ്പമാവാന്ന് പറഞ്ഞു നിൽക്കുന്നു. ആ മൂത്ത കൊച്ച വലിയ കുഴപ്പമില്ല, ബാക്കി 2 എണ്ണം വേളഞ്ഞ വിത്തുകളാണ് നമ്മുടെ ഹരിയും പറഞ്ഞു. ഏറ്റവും കുഴപ്പമേ ആ നടുക്കത്തെ പെണ്ണ മോഷണക്കുറ്റം ചുമത്തി ഞങ്ങളെ നാണം കെടുത്താൻ നോക്കിയത് അവളാണെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു കുട്ടിക്കളിയായിട്ട് തോന്നിക്കൂടെ എന്ന് ചോദിച്ചപ്പം കുറുപ്പമ്മാവൻ അതൊരു കുട്ടിക്കളിയായിട്ടോ കുട്ടിവട്ടക്കളിയായിട്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം, അതിനെങ്ങനെ വേണമെങ്കിലും കാണുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനും ഇവനുമേ ഇതൊരു പകവീട്ടിലായിട്ട് തന്നെ കാണത്തുള്ളൂ എന്നും പറഞ്ഞു. ഞങ്ങളിവിടെ നിൽക്കുന്നതിൻ്റെ ദേഷ്യം കൊണ്ട് അമ്മാവനും അനന്തരവളും അങ്ങനെ ഒരു നാടകം ഇവിടെ അരങ്ങേറിയത്. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് സത്യങ്ങളൊക്കെ എല്ലാവരെയും ഞങ്ങൾക്ക് ബോധിപ്പിച്ചെടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ മൊത്തത്തിൽ നാറിപ്പോയാനേ എൻ്റെ അമ്മാവ. ഇനി ഒരാവശ്യത്തിനും എന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്നും പറഞ്ഞ് സേതു ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇന്ന് ഞാനിവിടെ നിന്ന് പടി ഇറങ്ങിയാൽ ഈ പൊന്നമ്മയുടെ വീടുമായിട്ടുള്ള സേതുവിൻ്റെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കാൻ പോകുകയാണെന്നും പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നിൻ്റെ ഇഷ്ടം പോലെ. എന്നാൽ പോകുന്നതിന് മുൻപ് പൂർണിമയോടൊരു വാക്ക് പറഞ്ഞിട്ട് നീ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് മാത്രമല്ല എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് നമ്മുടെ സേതു പറഞ്ഞിട്ട് യാത്ര പറയാനായിട്ട് ഇവരുടെയൊക്കെ അടുത്തേക്ക് പോകണം. ആ സമയത്ത് പ്രതാപനും ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് സേതും കുറുപ്പമ്മാനൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇവരിറങ്ങുകയാണെന്നും പറഞ്ഞു. അപ്പോൾ നാശെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ പ്രതാപൻ. മാധവമേനോൻ്റെ ആത്മാവിന് സന്തോഷമാകാൻ വേണ്ടി ഞാൻ ബലിയിടണമെന്ന് പറഞ്ഞു. ഇട്ടു. പൂർണിമയോടാണ് ഈ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പരലോകത്തിരുന്ന സന്തോഷം കൊണ്ട് തുള്ളി കളിക്കുന്നുണ്ടാകും. കളിക്കട്ടെ, ഇഷ്ടം പോലെ കളിച്ചോട്ടെ എന്നൊക്കെ സേതു ഇങ്ങനെ പറയാട്ടോ. ഞാനെന്തായാലും ഇറങ്ങുകയാണെന്നും പറഞ്ഞു. കഴിഞ്ഞ 16 ദിവസം എന്നെ സഹിച്ച പൊന്നുമടത്തിലെ പൂർണിമയ്ക്കും അതുപോലെ അവരുടെ തലതിരിഞ്ഞ ഇല്ല അങ്ങനെയല്ല കേട്ടോ, നല്ലവരായ 3 പെൺമക്കൾക്കും
പിന്നെ രാഷ്ട്രീയത്തിൽ വലിയൊരു നക്ഷത്രമായി കത്തിജ്വലിക്കാൻ ശ്രമിക്കുന്ന നല്ലവനിൽ നല്ലവനായ പ്രതാപനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പിന്നെ സർവോപരി ബലിയിടൽ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ആരാധ്യനായ എൻ്റെ കുറുപ്പമ്മാവനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സേതുവിൻ്റെ ജോലിയും കാര്യങ്ങളുമായി അടുത്ത കടവിലേക്ക് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിഹാസത്തോടെ നമ്മുടെ സേതു സംസാരിച്ചപ്പോഴത്തേക്കും നിന്ന് ചിലക്കാതെ ഇറങ്ങി പോടാന്നും പറഞ്ഞു പ്രതാപൻ സേതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ പോകുക പ്രതാപ സാറേ, പക്ഷേ ഇറങ്ങുന്നതിന് മുൻപ് ഞങ്ങളെ ഒന്ന് കള്ളനാക്കാൻ നോക്കിയതിന് സാറിനും അനന്തരവൾക്കും നല്ലൊരു പ്രോത്സാഹന സമ്മാനം തരണമെന്നുണ്ടായിരുന്നു എന്ന് നമ്മുടെ സേതു പറഞ്ഞു. എന്ന് പറഞ്ഞ് നിൽക്കുക അന്നേരം ഋതു. സാരമില്ല, നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെ കാണുമല്ലോ, ഇനിയൊരു വേദിയിൽ വെച്ച് സാറിന് ഞാനത് തന്നോളാമെന്നും സേതു പറയുകയും ചെയ്തു. സേതുവിൻ്റെ വാക്കുചാതുര്യത്തിന് മുന്നിൽ ഇവരങ്ങ് പതറിപ്പോയി ശരിക്കും. നിനക്കും എന്ന ഋതുവിനോട് എടുത്തു പറഞ്ഞു. അതും പറഞ്ഞു അങ്ങനെ നമ്മുടെ സേതു പോകാൻ ഇറങ്ങുമ്പോൾ എടോ എന്നും പറഞ്ഞ് വിരലും ഞുട്ടി അങ്ങ് വിളിച്ചു ഋതു. താൻ എന്താ തരാനിരിക്കുന്നതെന്ന് വെച്ചാൽ തന്നിട്ട് പോ, പിന്നത്തേക്ക് താനത് ബാക്കി വെക്കണ്ട എന്ന് ഋതു സേതുവിനോട് പറയാം. ഋതു എന്നും പറഞ്ഞ് നമ്മുടെ പൂർണിമ വിളിച്ചു. നീ അകത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് പ്രതാപൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അമ്മ പറയുന്നത് കേട്ടേ നല്ല കുട്ടിയായിട്ട് മോൾ അകത്ത് പോകാൻ പറഞ്ഞു നമ്മുടെ സേതു. ഇല്ലെങ്കിലേ ഈ ഏട്ടന് ചിലപ്പോൾ അകത്ത് പോകേണ്ടി വരും, നിന്റെ കാരണം തല്ലി പൊട്ടിച്ചതിനാ. എൻ്റെ നേർക്ക് നിങ്ങളുടെ കൈ ഉയർന്നാൽ പിന്നെ ആ കൈ ഒരിക്കലും ഉയരില്ല എന്ന് പറഞ്ഞു ഋതു. ആണോ എന്നാ പിന്നെ അതൊന്നും അറിയണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു അങ്ങ് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഹരി സേതു നിങ്ങൾ വന്നേ വാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചു മാറ്റോ വരാനല്ലേ പറഞ്ഞു. വരാൻ പറഞ്ഞു. പോടാ, വിളിച്ചോണ്ട് പോടാ, അല്ലെങ്കിൽ നേരെ ചൂവൻ ഇവൻ ഇവിടെ നിന്ന് പോകില്ലെന്ന് പ്രതാപൻ പറഞ്ഞപ്പം സാറേ സേതുവിനോട് വെറുതെ മത്സരിക്കരുത്, സാറത് താങ്ങത്തില്ലെന്ന് സേതു പ്രതാപനോട് പറയുമ്പോൾ പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുക പ്രതാപൻ. സേതു ഇന്ന് മാധവന്റെ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ഒരു വഴക്കിനും ബഹളത്തിനും നിൽക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു കുറുപ്പമ്മാൻ. വാ സേതുട്ടാ വാ നമുക്ക് പോകാമെന്നും പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് തീർത്ഥം മേടിച്ചുകൊണ്ട് വന്ന ഈ വീട് മുഴുവൻ ഒന്ന് ശുദ്ധികലശം ചെയ്യണമെന്ന് ഋതു. അങ്ങനെ ഒരു വൃത്തികെട്ടവനല്ലേ ഇത്രയും ദിവസം ഈ വീട്ടിൽ താമസിച്ചെന്ന് പറഞ്ഞ് സേതുവിന്റെ മുന്നിലിട്ട് തന്നെ സേതുവിനെ അപമാനിക്കുകയാണ് കേട്ടോ. സേതു പ്രതികരിക്കാനായിട്ട് പല തവണ തിരിഞ്ഞതാ, അപ്പോഴെല്ലാം ഹരി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുവാണ്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രതാപന് ശ്വാസം നേരെ വീണത്. അങ്ങനെ സേതു എന്നുള്ള മാരണത്തെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വാതിയും പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതാപൻ നല്ല ഹാപ്പിയായി. പ്രതാപന് ഇനിയിപ്പോൾ അവിടെ കിടന്നങ്ങോട്ട് വിരകാവല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ അങ്ങ് പോന്നു. സേതു പോരുന്നു. ആ സമയത്ത് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങും. അവിടേക്ക് മറ്റൊരു വണ്ടി വരുന്നു, ഇവരുടെ കുടുംബ വക്കീലാണ്. അപ്പോൾ വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാറെന്താ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. പൂർണിമയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് അകത്തുണ്ടെന്ന് പറഞ്ഞു. അല്ല ഇവരൊക്കെ ആരാന്ന് ചോദിച്ചു. അന്നേരം സാറ് ഇത് മാധവന്റെ മകനാ സേതുമാധവൻ. ഇതാണോ സേതുമാധവൻ? അതേന്ന് പറഞ്ഞു. അയാളോടും വരണമെന്ന് പറയാ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാൻ സേതുമാധവനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വക്കീലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. കാര്യമുണ്ട്. അപ്പോൾ സേതു നിനക്ക് പിന്നെ പോകാം, നീ വരാൻ പറഞ്ഞു. വക്കീല് മജിസ്ട്രേറ്റൊക്കെ പറയുന്നതാ, നിങ്ങൾ തന്നെ അങ്ങ് കേട്ടാൽ മതി, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് സേതു പറഞ്ഞപ്പോൾ കേൾക്കണം, കേട്ടേ പറ്റുമെന്ന് വക്കീല്. ഞാൻ പറയാൻ പോകുന്നത് സേതുവാണ് കേൾക്കേണ്ടത്, മറ്റാരുമല്ലെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വക്കീല് കയറി ചെല്ലുന്നു. അപ്പോൾ വാ സേതുവേട്ടൻ കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഹരിയും സേതുവിനോട് പറഞ്ഞു. ഇങ്ങനെ ഇവരകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ എല്ലാവരും അവിടെ കൂടി ഇരിപ്പുണ്ട്. വക്കീല് ചെന്ന് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പ്രതാപൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക. ആ സമയത്ത് ആ സേതു കയറി വരുന്നത് പ്രതാപൻ കാണുന്നത്. പ്രതാപൻ്റെ ചങ്കൊന്ന് കലങ്ങി. ഇവനെന്താ നീ എന്താടാ പോയില്ലേ എന്ന് ചോദിച്ചു. പ്രതാപൻ പോയതാ, പക്ഷേ വക്കീലിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഇവനോടെന്താ വക്കീലിന് പറയാനുള്ളതെന്ന് ചോദിച്ചു. പ്രതാപൻ വലിയ ആളായിട്ട് അങ്ങനെ നിൽക്കുക അവിടെ. അപ്പോൾ ഇയാളോട് മാത്രമല്ല പൊന്നും മഠത്തിലെ ഓരോ അംഗങ്ങളോടും എല്ലാവരോടായിട്ട് എനിക്ക് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വക്കീലെ എന്ന് പൂർണിമ ചോദിച്ചപ്പോൾ പറയാം, എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും പ്രതാപൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ദൈവം ഇനി എന്ത് മാരണമാണോ, എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാ. അപ്പോൾ സേതു അവിടെ നിന്നപ്പം സേതുമാധവൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നിന്നോളാം, വക്കീലിന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അന്നേരം സേതു. ആ സമയത്ത് പ്രതാപൻ ഇങ്ങനെ നിന്ന് ടെൻഷനാവും കേട്ടോ, എന്താന്നുള്ളൊരിതിലെ. അപ്പോഴേക്കും അദ്ദേഹം ഒരു വലിയൊരു പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഇത് മാധവ മേനോൻ മരിക്കുന്നതിന് മുൻപ് എഴുതി വെച്ച വിൽപത്രമാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ പൂർണിമയടക്കം എല്ലാവരും ഞെട്ടി. വിൽപത്രമൊക്കെ എഴുതി വെച്ചോ? വിൽപത്രോ എന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തിക്കുവാണേ. ഇതിൽ പൊന്നുമ്മടം വീടും പൊന്നുമ്മടം ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ആരുടെയൊക്കെ പേരിലാണ് എന്നുള്ള കാര്യം കൃത്യമായി എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ഒരു പക്ഷേ താൻ മരണപ്പെടുമോ എന്നുള്ളൊരു ഭയം മാധവമേനോന്റെ മനസ്സിൽ നേരത്തെ തന്നെ തോന്നിയിട്ടുണ്ടാകും. അതാകും ഇങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കാൻ മേനോനെ പ്രേരിപ്പിച്ചതെന്നൊക്കെ പറയുമ്പോഴാണ് പൂർണിമയടക്കം എല്ലാവരും എല്ലാം അറിയുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക. ഏറ്റവും കൂടുതൽ ചങ്കടപ്പ് പ്രതാപനാണ്.
വക്കീലെ അതിലെന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വായിക്കാൻ പറഞ്ഞപ്പോൾ വായിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം വായിക്കുന്നു. പ്രതാപൻ കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് അതെ, അങ്ങേരുടെ മക്കളുടെ പേരിൽ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നത് അറിയാൻ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സേതു പോകാൻ തുടങ്ങുമ്പോൾ എടാ നിൽക്കാൻ പറഞ്ഞു കുറുപ്പമ്മാവൻ. അപ്പോൾ വിൽപത്രം വായിക്കുന്നത് കേൾക്കാൻ മാധവ മേനോന്റെ എല്ലാ മക്കളും ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹം പറയാം. അപ്പം എനിക്കൊന്നും കേൾക്കണ്ട എന്ന് സേതുവും കേട്ടേ പറ്റുമെന്ന് വക്കീൽ തർപ്പിച്ച് പറഞ്ഞു. അപ്പോൾ വക്കീൽ ഇത് വായിച്ച് കേട്ടിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു അവിടെ പിടിച്ച് നിർത്തുക കുറുപ്പമ്മാവൻ. അപ്പോൾ മാധവ മേനോന്റെ പേരുള്ള എല്ലാ വസ്തുവകകളും മാധവ മേനോന്റെ രണ്ടാം ഭാര്യയായ പൂർണിമ, മക്കളായ അവന്തിക, ഋതിക, സ്വാതിക അങ്ങനെ എന്നുള്ളവരുടെ പേരിൽ തുല്യമായി വീതിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പൂർണിമയുടെ മുഖം അങ്ങ് ചിരിച്ചു. ഈ സമയത്ത് പ്രതാപന് ഭയങ്കര സന്തോഷമായിട്ടോ, ഭയങ്കര സന്തോഷം. കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ പോകാമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പോകാൻ വരട്ടെ, കഴിഞ്ഞില്ല, ഇനിയുള്ള ഭാഗങ്ങളാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക ഇനി എന്ത് ഭാഗമാണ് വായിക്കാനുള്ളത് എന്നുള്ളൊരിതിൽ മേൽ പറഞ്ഞ സ്വത്തുക്കളിൽ 45% പൂർണിമയുടെയും മക്കളുടെയും പേരിലുള്ളത്. ബാക്കിയുള്ളതിൽ 45% മേനോന്റെ ആദ്യ ഭാര്യയായിരുന്ന ലക്ഷ്മി മേനോന് ജനിച്ച മകൻ സേതുമാധവന്റെ പേരിലേക്കാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി. അപ്പോൾ അതെ, നമ്മുടെ മാധവൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടാണ് പോയത്. ഇതൊക്കെ കേട്ടു സേതു അമ്പരപ്പോട് കൂടിയിരിക്കുക. പ്രതാപൻ നടുങ്ങിപ്പോയി കേട്ടോ. എന്തൊരു പണിയാളി നീ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇവൻ എന്തിനാ ഈ സ്വത്തുക്കളൊക്കെ കൊടുക്കുന്നതെന്ന് പ്രതാപൻ ചോദിക്കുക. മാധവ മേനോന്റെ മകനായതുകൊണ്ടാണെന്ന് വക്കീൽ അന്നേരം പറഞ്ഞു. പ്രതാപ, വക്കീൽ ബാക്കി വായിക്കട്ടെ എന്ന് പൂർണിമ അന്നേരം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വത്തിന്റെ ബാക്കി 10% മാധവൻ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം വക്കീൽ പറയാം. അത് രഹസ്യമായി വെക്കാൻ തന്നെയാണ് വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ളതെന്നും പറഞ്ഞു. അപ്പോഴേക്കും ഇതെന്താണ് എങ്ങും കാണാത്തൊരു വിൽപത്രം, ഇതൊരുമാതിരി വല്ലാത്തൊരു പരിപാടിയായി പോയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ പറഞ്ഞപ്പം മാധവ മേനോൻ മനസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും, അതാവും ഇത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചതെന്ന് പറഞ്ഞപ്പം ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വായിക്കാൻ പറഞ്ഞു പ്രതാപൻ. അപ്പോൾ ഉണ്ട്, വായിക്കാമെന്നും വക്കീൽ പറയുന്നു കേട്ടോ. മേൽ പറഞ്ഞ വസ്തുക്കളിലും അതുപോലെ കമ്പനികളിലും സ്ഥാപനങ്ങളിലുമൊക്കെ മകൻ സേതുമാധവന് പ്രത്യേക അവകാശം പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഋതുവിന് അത് വലിയ തിരിച്ചടിയായിപ്പോയി. ഇതിലൊന്നും പൂർണിമ ഒന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ. എന്ത് കാര്യങ്ങൾ നടത്തണമെങ്കിലും സേതുമാധവന്റെ ഒപ്പം കൂടി വേണം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ പ്രതാപൻ പെട്ടില്ലേ, മുക്കാൻ ഇനി പറ്റില്ല എന്ന് സാരം. അങ്ങനെ പ്രതാപൻ നടുങ്ങി നിൽക്കുന്നു, അതുപോലെ സേതു ഞെട്ടി നിൽക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നത്തെ കിടുക്കാച്ചി എപ്പിസോഡ്. അതും വെറും എന്താ പറയുന്നത്, ഒരു അപശകുനമായി സേതുവിനെ തള്ളിക്കളഞ്ഞ ഋതുവിനും അതുപോലെ പ്രതാപനും ഒക്കെ തിരിച്ചടിയായിട്ടൊരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് നമ്മുടെ സേതു നടത്തിയിരിക്കുന്നത്. ഇനി പൊന്നുമടത്തിൻ്റെ സർവാധികാരിയായി നമ്മുടെ സേതു അവിടെ ഉണ്ട് എന്നുള്ള വാർത്ത അറിഞ്ഞതും പ്രതാപനൊക്കെ അവിടെ തലയും കറങ്ങി വീണു. അപ്പോൾ അതുപോലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷം ഇന്നത്തേത്. ആരും മിസ് ചെയ്ത് കളയരുതിട്ടോ, എല്ലാവരും കാണണേ. എല്ലാവർക്കും